ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ അബ്ദുൽ അബക്കർ. അപ്പൊ എല്ലാവരും സെറ്റായി നിൽക്കുകയാണ് നമ്മുടെ ചാപ്റ്ററും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി. അപ്പൊ ഇന്ന് സാർ വന്നിരിക്കുന്നത് ചെറിയൊരു കോണ്ടന്റുമായിട്ടാണ്. അതായത് വൻകരകളും സമുദ്രങ്ങളും എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വൻകരകൾ ഏതൊക്കെയാണ് എന്ന് പരിചയപ്പെടണം. അതുപോലെ തന്നെ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ വലുപ്പത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങളിലുള്ള വൻകരകൾ ഏതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യും, പരിചയപ്പെടാൻ പോവാണ്. അപ്പൊ എല്ലാ മക്കൾക്കും ക്ലാസ്സിലേക്ക് ഒന്നും കൂടി സാർ സ്വാഗതം ചെയ്യാണ്. എല്ലാവരും സെറ്റായി നിൽക്കട്ടെ. നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻകരകളുടെ പേരും കാര്യങ്ങളൊക്കെ പഠിച്ചു പോകണം. അതുപോലെ തന്നെ ഒന്നും വലിപ്പത്തിലുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള കോണ്ടിനെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യണം, ഇന്ന് പഠിച്ചു പോകണം. സെറ്റല്ലേ മക്കൾ, എല്ലാവരും റെഡി ആയി നിൽക്കാണല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. Continents are vast and land masses located in between the oceans. നമുക്കിവിടെ കാണാൻ പറ്റും എന്താണ് കോണ്ടിനെന്റ്സ് അല്ലെങ്കിൽ എന്താണ് വൻകരകൾ എന്ന് പറയുന്നത്. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്, വൻകരകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ വൻകരകൾ ഏതൊക്കെയാണ് എന്ന് കാണാൻ പറ്റുമല്ലോ മക്കളെ. ഏതൊക്കെയാണ് വൻകരകൾ നമുക്ക് കാണുന്നുണ്ടല്ലേ? ഏതൊക്കെയുണ്ട് മക്കളെ? ഏഷ്യ മക്കൾ കാണുന്നുണ്ട്, പിന്നെയോ ഏഷ്യ കാണുന്നുണ്ട്, അന്റാർട്ടിക്ക കാണുന്നുണ്ട്, ആഫ്രിക്ക കാണുന്നുണ്ട്, യൂറോപ്പ് കാണുന്നുണ്ട്, നോർത്ത് അമേരിക്ക കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ കാണുന്നുണ്ട്, സൗത്ത് അമേരിക്ക. അങ്ങനെ എന്താ പറയാ, എല്ലാ വൻകരകളെയും മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സ്ലൈഡിൽ കാണുന്നുണ്ട് അല്ലേ? സാർ ഒന്നും കൂടി പറയാം. ഏതൊക്കെയാണ്? ഏഷ്യ, അന്റാർട്ടിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അതുപോലെ തന്നെ ഓസ്ട്രേലിയ. ഇങ്ങനെ എല്ലാ വൻകരകളും. അപ്പൊ മക്കൾ ആദ്യം പഠിച്ചു പോകേണ്ടത് എന്താണ്, വൻകരകളുടെ പേരൊക്കെയാണ്. ഏതൊക്കെ കോണ്ടിനെന്റ്സ് ആണ് നമുക്കുള്ളത് എന്നുള്ളതാണ് മക്കൾ എന്ത് ചെയ്യുന്നത്, ആദ്യം പഠിച്ചു പോകേണ്ടത് അല്ലേ? നമ്മൾ ലോകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, നമ്മുടെ ഭൂമിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഭൂമിയിലുള്ള പ്രധാനപ്പെട്ട വൻകരകൾ ഏതൊക്കെയാണ് കോണ്ടിനെന്റ്സ് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം, ആദ്യം മനസ്സിലാക്കി പോണം അല്ലെ? അപ്പൊ ഈ പേര് മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഒരിക്കലും എന്ത് മറക്കരുത്. എക്സാമിനൊക്കെ വരും, വൻകരകളുടെ പേര് ഇതാനൊക്കെ വരും. മക്കളെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പൊ എന്റെ മക്കൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കൂലേ? വൻകരകളുടെ പേരുകളൊക്കെ, കോണ്ടിനെന്റ്സിന്റെ പേരുകളൊക്കെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സാർ ഒന്നും കൂടി വായിച്ചു തരാം. വൻകരകളുടെ പേരുകൾ, കോണ്ടിനെന്റ്സിന്റെ പേരുകൾ: ഏഷ്യ ഉണ്ട്, അന്റാർട്ടിക്ക ഉണ്ട്, ആഫ്രിക്ക ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, നോർത്ത് അമേരിക്ക ഉണ്ട്, സൗത്ത് അമേരിക്ക ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഓസ്ട്രേലിയ. പ്രധാനപ്പെട്ട കോണ്ടിനെന്റ്സ് ആണ്. അപ്പൊ ഇത് സെറ്റല്ലേ? ആ 7 കോണ്ടിനെന്റ്സിന്റെ പേര് മക്കൾ പഠിച്ചില്ലേ? 1, 2, 3, 4, 5, 6, 7 കോണ്ടിനെന്റ്സിന്റെ പേര് മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി പഠിച്ചു അല്ലെ? 7 വൻകരകളുടെ പേരുകളും മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. സെറ്റിൽ മക്കൾ ഏതൊക്കെയാണ് കോണ്ടിനെന്റ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഏതൊക്കെയാണ് വൻകരകൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് തന്നെ ആൻസർ ചെയ്യണം. സെറ്റല്ലേ? 7 പേര് മക്കൾ സെറ്റായിട്ട് ചെയ്തൂലേ? ഓക്കെ ബൈ. വൻകരകൾ. അപ്പൊ എല്ലാ മക്കളും ഏഷ്യ, അന്റാർട്ടിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ. ഈ പേരുകളൊന്നും ഒരിക്കലും മക്കൾ മറക്കൂല അല്ലെ? മക്കൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, അത് പഠിച്ചെടുക്കണം കേട്ടോ. ഇനി സാർ ഇവിടെ ചോദിക്കുമ്പോൾ തന്നെ ഓർഡറിൽ തന്നെ മക്കൾ എന്ത് ചെയ്യണം, താഴെ കമന്റ് ചെയ്യണം. ഏതൊക്കെയാണ് വൻകരകൾ എന്നുള്ളത് ചെയ്യണം മക്കൾ കൃത്യമായിട്ട് തന്നെ കമന്റ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് തന്നെ മക്കൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും വലിയ വൻകര ഏതാണ് എന്നൊക്കെ നോക്കാനുണ്ടല്ലോ. നമുക്ക് നോക്കാം. ഏഷ്യയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഏഷ്യ ഈസ് ലാർജസ്റ്റ് കോണ്ടിനെന്റ്. ഏഷ്യ ഈസ് ലാർജസ്റ്റ് കോണ്ടിനെന്റ്. എന്താണ്? ഏഷ്യ ഏറ്റവും വലിയ വൻകരയാണ്. ഏഷ്യയാണ് ഏറ്റവും വലിയ വൻകര എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇന്ത്യക്ക് ഏഷ്യയിലാണ് എന്നൊക്കെ പറയുമ്പോൾ മക്കൾക്ക് സന്തോഷം അല്ലെ? അപ്പൊ ഏഷ്യ ആണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും വലിയ വൻകര എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. നമുക്കിവിടെ കാണാൻ പറ്റും അല്ലെ? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കായാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, ഈ ഒരു കോണ്ടിനെന്റ്, ഈ ഒരു വൻകര സ്ഥിതി ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മക്കളെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെയോ, ഇറ്റ് ഇസ് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെന്റ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കോണ്ടിനെന്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്? ഏഷ്യയാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും എന്താ പറയാ, ലോങ്സ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ വൻകര ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്റെ മക്കൾ എന്ത് തെറ്റിക്കോ ഇല്ല. എന്താണ് അവിടെ ആൻസർ ചെയ്തേണ്ടത്? ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെന്റ്. ഏറ്റവും വലിയ വൻകര ഏത് എന്ന് ചോദിക്കുമ്പോൾ മക്കൾ അവിടെ എന്ത് ആൻസർ കൊടുക്കണം? ഏഷ്യ എന്ന് കൊടുക്കണം. പിന്നെയോ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മക്കളെ? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് നോർത്ത് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യന്റെ വടക്കേ ഭാഗത്തായിട്ട് അല്ലെ? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന, ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള, എന്താ പറയുക, ദ വേൾഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെന്റ് ഏതാണ് എന്ന് ചോദിക്കുമ്പോഴും മക്കൾ അവിടെ ആൻസർ കൊടുക്കേണ്ടത് എന്താണ്? ഏഷ്യയാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ കൊടുക്കേണ്ടത്. ഇനിയുമുണ്ട് പോയിന്റുകൾ. നമ്മൾ ലൈവ് ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരട്ടെ. ഇനിയും കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. സാർ പറയാം, സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് സാറ്. ഇനി നമുക്ക് നോക്കാം ആഫ്രിക്ക. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ആഫ്രിക്കയാണ്. നമുക്കിവിടെ നോക്കാം.
ആഫ്രിക്ക ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ്. നമുക്കിവിടെ കാണാൻ പറ്റും ആഫ്രിക്ക എന്ന് പറയുന്നത് ആഫ്രിക്കയ്ക്ക് വലിപ്പത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. ഏഷ്യ ആഫ്രിക്കയെ തോപ്പിച്ചുട്ടാ. ഏഷ്യയാണ് 1ാം സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയ്ക്ക് 2ാം സ്ഥാനമാണ്. വലിപ്പത്തിൽ ആഫ്രിക്കയ്ക്ക് 2ാം സ്ഥാനമാണ് ഉള്ളത് മക്കളെ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആഫ്രിക്ക ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ്. 2ാം സ്ഥാനമാണ്, അല്ലെങ്കിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ് ആഫ്രിക്കയ്ക്കുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനും, ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെന്റ് സ്ഥിതി ചെയ്യുന്നത്. ജനവാസത്തിൽ 2ാം സ്ഥാനം നമ്മൾ പറഞ്ഞല്ലോ. മോസ്റ്റ് ഓഫ് ദ റീജിയൻസ് ആർ ഡിസേർട്ടഡ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് സ്റ്റാൻഡ് സെക്കൻഡ് ഇൻ പോപ്പുലേഷൻ. ജനവാസത്തിൽ 2ാം സ്ഥാനമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു പോയിന്റ് കൂടി ഇതിന്റെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ റീജിയൻസ് ആർ ഡിസേർട്ടഡ്. നമുക്കിവിടെ കാണാൻ പറ്റും കൂടുതൽ റീജിയൻസ് എന്താണ്? മരുഭൂമിയാണ് എന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പൊ ലോകത്തിലെ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും, വലുപ്പത്തിൽ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും നിൽക്കുന്ന കോണ്ടിനെന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മക്കളെ കൃത്യമായിട്ട് ചെയ്താ ഏഷ്യ, ആഫ്രിക്ക എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്താ അപ്പൊ മക്കൾക്ക് അഭിമാനിക്കാം. ഏഷ്യയിലാണ് നമ്മൾ അല്ലെ. അപ്പൊ വലുപ്പത്തിൽ 1ാം സ്ഥാനത്ത് എന്താണ്? ഏഷ്യ ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇന്ത്യ ഏഷ്യൻ വൻകരയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റും അല്ലെ. ആയിക്കോട്ടെ. അപ്പൊ ജനവാസത്തിൽ ആരാണ് എന്താ പറയാ, അല്ലെങ്കിൽ ജനസംഖ്യ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളോട് പറയുകയാണെങ്കിൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള റീജിയൻസ് ഏതാണ്? അതും ഏഷ്യയാണ്. 2ാം സ്ഥാനത്ത് ഏതാണ്? ആഫ്രിക്കയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ എന്താ പറയുക ലോകത്തിലെ 1-2 സ്ഥാനത്ത് നിൽക്കുന്ന, എന്താ പറയുക വലുപ്പത്തിൽ 1-2 സ്ഥാനത്ത് നിൽക്കുന്ന കോണ്ടിനെന്റ്സ് ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗങ്ങളും അതുപോലെ തന്നെ എല്ലാ കോണ്ടിനെന്റ്സിനെ കുറിച്ചും ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇവിടെ നമ്മൾ എല്ലാ കോണ്ടിനെന്റ്സിന്റെ പേരും എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ എല്ലാ കോണ്ടിനെന്റ്സിനെ കുറിച്ചും മക്കൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവില്ല. എല്ലാവരും പരിചയപ്പെടണം അല്ലെ. നമുക്ക് ഏഷ്യയും ആഫ്രിക്ക മാത്രം പരിചയപ്പെട്ടാൽ പോരെ സാർ, എല്ലാവരും ഞങ്ങൾക്ക് പരിചയപ്പെടണം. കോണ്ടിനെന്റ്സ് മാത്രം പരിചയപ്പെട്ടാൽ പോരെ സാർ, ഞങ്ങൾക്ക് ഓഷ്യൻസും പരിചയപ്പെടണം എന്ന് പറഞ്ഞു മക്കളെ സെറ്റായി നിൽക്കാണ്. സാർ എന്താ ഓഷ്യൻസിനെ കുറിച്ച് പറയാത്തത്? സാർ എന്താ ബാക്കി കോണ്ടിനെന്റ്സിനെ കുറിച്ച് പറയാത്തതെന്നൊക്കെ പറഞ്ഞു മക്കൾ എന്ത് ചെയ്യാണ്? റെഡിയായി. ബാക്കി കോണ്ടിനെന്റ്സിനൊക്കെ കുറിച്ച് റെഡിയായി നിൽക്കല്ലേ. അപ്പൊ സാറ് ഇന്ന് രാത്രി എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ മുമ്പിലേക്ക് ലൈവായിട്ട് വരുന്നുണ്ട്. കോണ്ടിനെന്റ്സിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ, എല്ലാ കോണ്ടിനെന്റ്സും അതിന്റെ സൈസും അതിന്റെ എല്ലാ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഓഷ്യൻസിനെ കുറിച്ചും ഓഷ്യൻസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറയാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? 15-ാം തീയതി രാത്രി 7 മണിക്ക് സാർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എല്ലാ മക്കളും കൃത്യ ടൈമിൽ തന്നെ ലൈവിൽ ജോയിൻ ചെയ്യുക. എല്ലാം, അതായത് നമ്മളെ കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് അല്ലെങ്കിൽ വൻകരകളും സമുദ്രങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങോട്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കണം അല്ലെ. അപ്പൊ അതിനോട് എല്ലാ മക്കളും കൃത്യ ടൈമിൽ തന്നെ എന്ത് ചെയ്യുക? ലൈവില് ജോയിൻ ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് സാർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് ടു ഓൾ. ബൈ.